172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി SNDP യോഗം വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. This news brought to you by Kalpaga Weddings, North Parur. 172ാം ശ്രീനാരായണ ഗുരുദേവ ചതയത്തിന് വരവറിയിച്ച് വൈപ്പിൻകര മഞ്ഞപ്പട്ടണിഞ്ഞു. SNDP യോഗം വൈപ്പിൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിയനും 21 ശാഖകളും 150ലേറെ കുടുംബയോഗങ്ങളും 200-ലധികം മൈക്രോ സംഘങ്ങളും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പീത പതാകകൾ ഉയർത്തി പതാക ദിനം ആചരിച്ചു. വൈപ്പിൻ യൂണിയൻ ആസ്ഥാനത്ത് രാവിലെ 8 മണിക്ക് ഗുരുപൂജയോടാണ് പരിപാടികൾക്ക് തുടക്കമായത്. വൈദിക യോഗം യൂണിയൻ സെക്രട്ടറി സനീഷ് ശാന്തി പകർന്ന ജ്യോതി, യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ, സെക്രട്ടറി TB ജോഷി, ബോർഡ് അംഗം KP ഗോപാലകൃഷ്ണൻ, കൗൺസിൽ അംഗങ്ങളായ കണ്ണദാസ് തടിക്കൽ, CV ബാബു എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. തുടർന്ന് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഷീജ ഷൈമൂർ, സെക്രട്ടറി ധന്യ സോബിൻ, ട്രഷറർ സിനി ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനിതാ സംഘം യൂണിയൻ കമ്മിറ്റി അംഗങ്ങളും യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ബിനുരാജ് പരമേശ്വരന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് ജയശങ്കർ, യശ്പാൽ കുമാർ, സൈബർ സേന സെക്രട്ടറി വിനോദ് OV എന്നിവരോടൊപ്പം യൂണിയനിലെയും ചിട്ടി സ്ഥാപനങ്ങളിലെയും നിധി ലിമിറ്റഡിലെയും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലെ 9 മണിക്ക് യൂണിയൻ അങ്കണത്തിൽ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ പീത പതാക ഉയർത്തി. 172ാം ചതയ ദിനത്തിന്റെ പതാക ദിന സന്ദേശം യൂണിയൻ സെക്രട്ടറി TB ജോഷി നൽകി. യൂണിയൻ വൈസ് പ്രസിഡന്റ് KV സുധീശൻ, കൗൺസിലർ CK ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. യൂണിയൻ ബോർഡ് അംഗം KP ഗോപാലകൃഷ്ണൻ സ്വാഗതവും കൗൺസിൽ അംഗം കണ്ണദാസ് തടിക്കൽ നന്ദിയും രേഖപ്പെടുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ചതയദിനാഘോഷങ്ങൾക്ക് ഐക്യവും ആവേശവും പകരുന്നതിനുമുള്ള ശക്തമായ തുടക്കമായി വൈപ്പിൻകരയിലെ പതാക ദിനാചരണം മാറി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്.